മധ്യവയസ്കനെ മർദ്ദിച്ച് സ്കൂട്ടർ തട്ടിയെടുത്ത മോഷണ സംഘത്തെ പന്തളം പോലീസ് പിടികൂടി. കൊടുമൺ കണിയാകോണത്ത് കിഴക്കേതിൽ ശരത്, പാലമേൽ മുതുകാട്ടകര കണ്ണൻ ഗണേഷ്, വള്ളിക്കോട് കുറ്റിയിൽ വീട്ടിൽ ശിവരാജൻ, കൊടുമൺ ഈസ്റ്റ് സുജാഭവൻ വീട്ടിൽ അമിത് കുമാർ എന്നിവരെയാണ് പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുടശനാട് അരുൺ ഭവനിൽ തുളസീധരനെയാണ് ഇവർ ആക്രമിച്ചത്. ടാപ്പിംഗ് തൊഴിലാളിയായ തുളസീധരൻ വളം വാങ്ങി തിരികെ വരും വഴി കുടശനാട് കൈതക്കാട്ടുപടി അമ്പലത്തിന്റെ കാണിക്കവഞ്ചിയിൽ കാണിക്കയിടുന്ന സമയത്താണ് സംഭവം. കഴിഞ്ഞ 21-ാം തീയതി രാത്രി 10 മണിയോടെയാണ് ബൈക്കിലെത്തിയ 4-അംഗ സംഘം മരക്കഷ്ണം കൊണ്ട് ഇയാളുടെ തലക്കടിച്ചു പരിക്കേൽപ്പിച്ച് കയ്യിലിരുന്ന സ്കൂട്ടറിന്റെ താക്കോൽ ബലമായി പിടിച്ചുവാങ്ങി സ്കൂട്ടർ തട്ടിയെടുത്ത് ഓടിച്ചുപോയത്. പരിക്കേറ്റ തുളസീധരൻ പന്തളം CM ആശുപത്രിയിൽ ചികിത്സയിലാണ്. തുളസീധരന്റെ തലയിൽ 4 സ്റ്റിച്ചുകളുണ്ട്. സംഭവമറിഞ്ഞ പ്രദേശവാസികൾ ഏറെ പരിഭ്രാന്തരായിരുന്നു. കേസന്വേഷണത്തിന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് IPSന്റെ നിർദ്ദേശപ്രകാരം അടൂർ DVSP പ്രദീപ് കുമാർ VSന്റെ മേൽനോട്ടത്തിൽ പന്തളം SHO സജീഷ് കുമാർ V, SIമാരായ UV വിഷ്ണു സജീവ്, പോലീസ് ഉദ്യോഗസ്ഥരായ അജീഷ് CR, അൻവർ ഷാ S, നിസാർ മൊയ്തീൻ, അമൽ ഹനീഫ്, അരുൺ B എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. 100-ലധികം CCTVകൾ പരിശോധിച്ച പോലീസ് പ്രദേശത്തു നിന്നും ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. പ്രദേശത്തെ മോഷണ കേസുകളിൽ ഉൾപ്പെട്ടവർ ഉൾപ്പെടെ നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു. ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നും അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥൻ മോഷണ സംഘത്തിലെ കണ്ണനെ തിരിച്ചറിഞ്ഞതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. കാരക്കാട്ടുള്ള ഒളിയിടത്തിൽ നിന്നും അതിസാഹസികമായാണ് കണ്ണനെ പിടികൂടിയത്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളെ ബലപ്രയോഗത്തിലൂടെയാണ് അന്വേഷണ സംഘം കീഴ്പ്പെടുത്തിയത്. തുടർന്ന് മോഷണ സംഘങ്ങളെ ഓരോരുത്തരെയായി ഒളിത്താവളങ്ങളിൽ നിന്നും പിടികൂടുകയായിരുന്നു. ഇടത്തിട്ട ചക്കാലമുക്കിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചിരുന്ന സ്കൂട്ടർ കണ്ടെടുത്തു. ശരത്തിന് കൊടുമൺ, അടൂർ എന്നീ പോലീസ് സ്റ്റേഷനിൽ NDPS കേസുകളടക്കം 7 കേസുകളും, കണ്ണനും അമിത് കുമാറിനും കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ വധശ്രമമടക്കമുള്ള കേസുകളും, ശിവരാജിന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ 2 കേസുകളും നിലവിലുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അടൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പന്തളം. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ശുദ്ധമായ സുഗന്ധവ്യഞ്ജന പൊടികൾ ന്യൂ ഡേ സ്പൈസസ് എത്തിക്കുന്നു. ന്യൂ ഡേ സ്പൈസസ്